ഒരു ഡെന്റൽ സർജനിൽ നിന്ന് ഒരു ഓൺട്രപ്രണർ, ഒരു സോഷ്യൽ വർക്കർ, ആ ഒരു ട്രാൻസിഷൻ എങ്ങനെ വന്നു? അതിനുള്ളൊരു ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്തായിരുന്നു? ഡെന്റിസ്റ്റ് എന്നുള്ളത് എൻ്റെ ഒരു ചോയ്സ് ആയിരുന്നില്ല. ആ കാലഘട്ടത്തിൽ പാരൻസ് ആഗ്രഹിക്കുക തൻ്റെ മകൻ ഡോക്ടറായിരിക്കണം എന്നുള്ളതാണ്. ആ രീതിയിൽ പുഷ് ചെയ്ത് അങ്ങനെ ഡോക്ടറായതാണ്. ഡോക്ടറായ ശേഷം 27 ഇയേഴ്സ് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെ ചെയ്താലും അതെനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല. എൻ്റെ മനസ്സിൽ തോന്നിയത് ഏറ്റവും വിഷമിക്കുന്നതും കഷ്ടപ്പെടുന്നതും അവരാരും സഹായിക്കാനല്ലാത്ത ഒരു കമ്മ്യൂണിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ബിസിനസ് കമ്മ്യൂണിറ്റിയാണ്. അവരാണ് ഈ നാടിനെ പിടിച്ചു നിർത്തുന്നത്. ജോബായാലും ശരി, ടാക്സ് കൊടുത്താലും എല്ലാ രീതിയിലും. ഇവിടെ എന്തുകൊണ്ടോ അവരെ സഹായിക്കാൻ ഒരാളില്ല എന്നുള്ളൊരു വിഷമം അന്ന് തൊട്ട് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നുള്ള കാലങ്ങളിൽ എനിക്കിഷ്ടമുള്ള, ഞാൻ താല്പര്യപ്പെടുന്ന ഒന്ന് സഹായിക്കാനാണ്. ക്ലിനിക്കിലുണ്ടാകുന്ന സമയത്ത് തന്നെ ഒരു കോൾ മതി, ഞാൻ ആ ക്ലിനിക്കിൽ നിന്ന് ഓടിപ്പോവും. എന്തെങ്കിലും ഒരു കാര്യം അറിയാം, അതാണ് ഞാൻ എൻജോയ് ചെയ്തത്. അത് ഞാനൊരു പാഷനായിട്ടും എടുത്തു. അങ്ങനെയാണ് ഞാൻ ഒരു ഓൺട്രപ്രണർ ആവുന്നത്. ഓൺട്രപ്രണർ ആയ ശേഷം പിന്നെന്ത് എന്ന ചോദ്യത്തിനാണ് എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റിക്ക് പിന്നെയും ചെയ്യണമെന്നുള്ള രീതിയിലാണ് സോഷ്യൽ വർക്കറായിട്ട് ഇന്ന് എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും ചെയ്തുകൊണ്ടിരിക്കുന്നതും.